ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോ ടു സ്പെഷ്യൽ. മൈക്രോസോഫ്റ്റ് എക്സലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ പലരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ കൂടിയാണ് ഗോ ടു സ്പെഷ്യൽ. ഗോ ടു സ്പെഷ്യൽ പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റയിൽ നിന്ന് പല ക്രൈറ്റീരിയസ് സെലക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയ ഡാറ്റയാണ്, ഒരു കസ്റ്റമർ ഡാറ്റയാണ്, മൊബൈൽ ഫോണിൻ്റെ. ഞാനത് സെലക്ട് ചെയ്തു. എനിക്കിതിൽ നിന്ന് കുറച്ച് ഏരിയ കണ്ടെത്താനുണ്ട്. അതിന് ഓമിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് ഓപ്ഷൻ ഉണ്ട്. ഗോ ടു സ്പെഷ്യൽ ഞാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇതിൽ ഞാൻ ഒരു കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയ ഡാറ്റയിൽ ഒരു കമൻറ്റ് കണ്ടെത്താൻ ഞാൻ പ്രാക്ടിക്കൽ അല്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ഗോ ടു സ്പെഷ്യൽ ഉപയോഗിക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് കമൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് ഒരു കമൻറ്റ് ലഭിച്ചു. റൈറ്റ് അസോസിയേറ്റ്സിലെ ഒരു കമൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് മെറ്റീരിയൽ. ഇതേപോലെ വലിയ വലിയ ബൾക്ക് ഡാറ്റകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 ലൈൻ ഐറ്റം ഉള്ള ഡാറ്റയിനൊക്കെ നമുക്ക് ഇതുപോലെ കമൻറ്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ കോൺസ്റ്റൻ്റ് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫോർമുല ഇല്ലാത്ത ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്ത് കോൺസ്റ്റൻസ്. അപ്പോൾ അതിൽ നമുക്ക് 4 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് നമ്പറാണോ, ലോജിക്കലാണോ, ടെസ്റ്റ് ആണോ, എറർ ആണോ. ഞാൻ ഇവിടെ നമ്പർ ഫോർമുല ബേസ് ചെയ്ത നമ്പർ ഏതൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ക്വാണ്ടിറ്റി, റേറ്റ്, കോസ്റ്റ് പ്രൈസ്, മാർജിൻ ഇതൊന്നും ഫോർമുല ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ അടുത്ത വീണ്ടും നമുക്ക് വേറൊരു ഓപ്ഷൻ സെലക്ട് ഡാറ്റയിൽ നിന്ന് ഇപ്പം എനിക്ക് ഫോർമുലാസ് മാത്രമല്ല ഇതൊക്കെയാണ്. ചിലപ്പോൾ ഒരു ഡാറ്റയിൽ ഫോർമുലാസ് ബേസ് ചെയ്തിട്ടുണ്ടാവാം. ഇതിൽ നമ്പർ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഏതാണ് തിരഞ്ഞെടുക്കുക. ഇതുപോലെ തന്നെ ഫോർമുല സെലക്ട് നമ്പർ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം എച്ച് കോളം ഫോർമുല ബേസ് ചെയ്തിട്ടാണ് G8 × F8. ഇത് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ വരാം. ഒരു ഡാറ്റയിൽ നിന്ന് ബ്ലാങ്കുകൾ എടുത്താൽ ചിലപ്പോൾ ചില ഡാറ്റയൊക്കെ മിസ്സിങ് വരാം. ഈ മിസ്സിങ് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല ഏതൊക്കെ ഡാറ്റയാണ് എവിടെ മിസ്സിങ് വന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഗോ ടു സ്പെഷ്യൽ ബ്ലാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് സെലക്ട് ആവും. ഇവിടെ നമുക്ക് സെലക്ട് ആവുന്നപ്പോൾ നമുക്ക് കാണാം ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സെല്ലുണ്ട്. ഇത് ഐഡൻറ്റിഫൈ ഈസി ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിന് ഫോർമാറ്റ് ചെയ്യുക. കളർ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സെലക്ട് ചെയ്ത കൊളൊക്കെ ഇവിടെ ഇതാവും. ഇപ്പോൾ ഗ്രീൻ കളർ കൊടുത്തു ഞാൻ ഗ്രീൻ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഡാറ്റയിൽ എവിടേക്കാണ് ഗ്രീൻ കളർ വന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡാറ്റ ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ 2 കോളം 2 സെല്ല് ബ്ലാങ്ക് ആണ്. ചിലപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ സെല്ലിൽ എന്തെങ്കിലും ഹാൻഡ്ലിംഗിൽ ബ്ലാങ്ക് ആയി വരാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഗോ ടു സ്പെഷ്യൽ വളരെയധികം ഉപയോഗിക്കും. ഇതേപോലെ അടുത്തതിന് നമുക്ക് വേണ്ടത് പ്രസിഡൻസ്. ദാറ്റ് മീൻസ് ഫോർമുല ബേസ് ചെയ്യുന്നത് ഏതിനാണ് ഫോർമുലയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റാസ് കണ്ടെത്താൻ പ്രസിഡൻസ് കഴിഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിന് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം F ഉം G ആണ് പ്രസിഡൻസ്. ബിക്കോസ് H എന്ന ഓപ്ഷൻ ഇതിന് എമൗണ്ട് കിട്ടാൻ വേണ്ടി F ഉം G ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഗോ ടു സ്പെഷ്യൽ അടുത്തൊരു ഓപ്ഷനാണ് ഡിപ്പെൻഡൻറ്റ്. ദാറ്റ് മീൻസ് ഫോർമുല ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ H പറഞ്ഞ കോളം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് F ഉം G ക്ക് വേണ്ടിയാണ്. ദാറ്റ് മീൻസ് F ഉം G ഇൻറ്റുമാണ് H. ഇതേപോലെ തന്നെ അടുത്ത ഗോ ടു സ്പെഷ്യൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് സെല്ല്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ചിലപ്പോൾ ലാസ്റ്റ് സെല്ല് നമുക്ക് കണ്ടെത്തേണ്ടി വരാറുണ്ട് വലിയ ഡാറ്റയിൽ നിന്നൊക്കെ. ഇങ്ങനെ ഓപ്ഷന് നമുക്ക് ഗോ ടു സ്പെഷ്യൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ അടുത്തൊരു ഓപ്ഷനാണ് നമുക്ക് ഗോ ടു സ്പെഷ്യൽ വരുന്നത് കാണാം കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ചിലപ്പോൾ ഒരു ഡാറ്റയിൽ എവിടേക്കാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം ഇതിലാണ് ഞാൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കണ്ടീഷണൽ ഫോർമാറ്റിംഗിന് ഞാൻ കൊടുത്തിട്ടുള്ള റൂള് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് റൂളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഡിറ്റ് റൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം സ്പെസിഫിക് ടെസ്റ്റ് കണ്ടെയ്നിങ് സാംസങ്. മീൻസ് ആ ഇതിൽ കോളത്തിൽ സാംസങ് എന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടെത്താൻ. ഇത് വളരെ ടൈം സേവിങ് ഓപ്ഷനാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയുള്ള ഓപ്ഷൻസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡാറ്റ വാലിഡേഷൻ കണ്ടെത്താനും അത് കണ്ടീഷൻ ഫോർമാറ്റിംഗ് ഒരുപാട് ഓപ്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഗോ ടു സ്പെഷ്യൽ. സോ അത് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ സാധിക്കും ഈ ഓപ്ഷനിലൂടെ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഡാറ്റാസൊക്കെ ചിലപ്പോൾ ഒരു വലിയ ഫയലൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള ബ്ലാങ്കുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഫോർമുലസ് ഒക്കെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത് വളരെ ടൈം സേവിങ് ഓപ്ഷനാണ്. നിങ്ങൾ ഒരു 5 മിനിറ്റ്സ് ഇതിനു വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വർക്കിൽ. ഓക്കെ, താങ്ക് യു.